ജിയ ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതല്ലാതെ നമുക്ക് അതിൻ്റെ അകത്തുനിന്നൊരു ഏണിങ്സ് കിട്ടുന്നില്ല. സ്പോൺസർഷിപ്പിലൂടെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരും ഇന്ത്യയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ ചോദിക്കും, ചേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ മോണിറ്റൈസേഷൻ ആയോ, ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ആയിട്ട് പൈസ കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വ്യൂസ് കിട്ടിയാലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഏണിങ്സോ കാര്യങ്ങളോ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി കിട്ടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ച് ഉണ്ട്. മില്യൺ കണക്കിന് വ്യൂസും കാര്യങ്ങളൊക്കെ ചില വീഡിയോസിനൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ ജിജോസ് ഫാമിലി ഒഫീഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് വീഡിയോസും കോമഡി വീഡിയോസും യൂട്യൂബിൽ ഇടുന്ന വീഡിയോസൊക്കെയാണ് അതിനകത്ത് ഇടുന്നത്. നല്ല രീതിയിലുള്ള റീച്ച് ഉള്ളതാണ്. പക്ഷേ ഇതുവരെ നമുക്ക് അതിനകത്ത് ഏണിങ്സ് കിട്ടിയിട്ടില്ല. ഇൻസ്റ്റാഗ്രാം ത്രൂ ഫേസ്ബുക്കിലോട്ട് പോയിട്ടാണ്, അവിടെ നിന്നാണ് നമുക്ക് ഏണിങ്സ് കാര്യങ്ങളൊക്കെ ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു അടിപൊളി ഫീച്ചർ വന്നിട്ടുണ്ട്. നമുക്ക് യൂട്യൂബിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നേരിട്ട് ഏണിങ്സ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലേ, നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ അതിൻ്റെ അകത്ത് ഏണിങ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ടാഗ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഏറ്റവും കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാണ്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. പോയിട്ട് ഇത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സംഭവങ്ങൾ ഓണാക്കി ഇടുക. നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണിക്കും. നിങ്ങൾക്ക് ഇത് ഈ സംഭവം വന്നിട്ടുണ്ടോ എന്ന് ആദ്യം പോയി ചെക്ക് ചെയ്യണം. വന്നിട്ടുണ്ടെങ്കിൽ അത് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്തിട്ട് നിങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കാം. ഏണിങ്സ് കിട്ടും. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആപ്ലിക്കേഷൻ പോലെയല്ല, ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് അല്ലേ. ഒരുപാട് പേര് പല ചാനലുകൾ ക്രിയേറ്റ് ആക്കിയിട്ട് അതിനകത്ത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ ഇനി പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം, യൂട്യൂബിനെ പോലെ തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എടുത്തിട്ട് ഇവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അഫിലിയേറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ ന്യൂ എന്ന് പറഞ്ഞ് കാണില്ല, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലിപ്കാർട്ട് മിൻട്രേൻ്റെ ആണ് വന്നിട്ടുണ്ട്. അവിടെ കണക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോട്ടിഫിക്കേഷൻ വരും. അവിടെ അലോ അടിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വെരിഫിക്കേഷൻ കോഡ് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഒന്നെങ്കിൽ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫോൺ നമ്പറോ മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്കോ നമുക്ക് എന്ത് ചെയ്യും, ഒരു കോഡ് വരും. ഓക്കെ, അപ്പോൾ ആ കോഡ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അടിച്ചു കൊടുക്കുക. കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ആ വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഫ്ലിപ്കാർട്ടിനാണെങ്കിൽ ഒരു 6 അക്ക കോഡും മിൻട്ര ആണെങ്കിൽ ഒരു 4 അക്ക കോഡുമാണ് വരിക. അപ്പോൾ നമുക്ക് അടിയിൽ വെരിഫൈ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജ് വരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, ഇത് ഫസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂ അടിച്ചതിന് ശേഷം അപ്പോൾ എന്തായി, അത് ഓക്കെ ആയി. അടുത്തായിട്ട് നമ്മൾ മിൻട്ര എടുക്കുന്നു. മിൻട്രേൻ്റെ അതേപോലെ തന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനത് മാറ്റിക്കളഞ്ഞതാണ്. അത്രയും ബാക്കി ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. എന്നിട്ട് അടിയിൽ ഇവിടെ ഒരു ടിക്ക് കൊടുക്കണം കേട്ടോ. ഐ ഹിയർ ബൈ കൺഫേം എന്നുള്ള ഓപ്ഷൻ ടിക്ക് കൊടുത്തതിന് ശേഷം അവിടെ കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, കണ്ടിന്യൂ അടിക്കുന്ന സമയത്ത് എന്തായി, നമ്മുടെ ആ ഒരു ഓപ്ഷൻ അവിടെ നിന്ന് ഓക്കെ ആയി കിട്ടുന്നതായിരിക്കും. ഓക്കെ, യു ആർ ഓൾ സെറ്റ് എന്ന് കാണില്ലേ, യു ആർ ഓൾ സെറ്റ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ. പിന്നെ മേലെ അലോ ടു കണക്ട് യുവർ മിൻട്ര എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അലോ അടിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായി, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് നമുക്ക് പ്രൊഡക്റ്റ് ടാഗിന് വേണ്ടി മിൻട്രയും ഫ്ലിപ്കാർട്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. രണ്ട് എന്താ പറയുക ആപ്ലിക്കേഷൻ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ ഡിസ്കണക്ട് എന്ന് കാണിക്കും. കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ ഡിസ്കണക്ട് എന്നാണ് കാണിക്കുക. ഓക്കെ, ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതോടെ എന്തായി, നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നതായിരിക്കും. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്തിനാണ് നമുക്ക് കിട്ടുന്ന ഏണിങ്സ്, നമ്മൾ എന്തായാലും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഏത് ആപ്ലിക്കേഷൻ ആയാലും നമുക്ക് മോണിറ്റൈസേഷൻ ഉണ്ട്, അതിനകത്ത് ഏണിങ്സ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കിട്ടുന്ന ഒന്നും വെറുതെ കളയരുത്, നമ്മളത് മേടിച്ചെടുക്കുക തന്നെ വേണം. നമ്മുടെ അവകാശമാണ്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പോയിട്ട് ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, അഫിലിയേറ്റ് പ്രോഗ്രാംസ് എന്ന ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഓണായി കൊടുക്കുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഓരോരോ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ അകത്ത് ഏണിങ്സ് ഉണ്ടാക്കുക. നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേ ഔട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിരിക്കണം. പേ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഏണിങ്സ് ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം പേ ഔട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് യൂട്യൂബിലൊക്കെ സെർച്ച് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കിട്ടും. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേ ഔട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെപ്പോലത്തുള്ള യൂട്യൂബേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേ ഔട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. അതുവരെ ബൈ.